നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും അതുപോലെ LGSന്റെ മെയിൻസും വെബ്കോ LD തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം SCRT ഒഴിവാക്കരുത്. അപ്പൊ നമ്മൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ SCRT തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് മാത്രം ചോദിച്ചിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ എത്രത്തോളം പഠനം നമ്മുടെ നന്നായിട്ട് തലയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ലാസ്റ്റേ ഞാൻ ആൻസർ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്തിടുക. എന്നിട്ട് എത്ര മാർക്ക് 10ൽ കിട്ടിയെന്ന് നോക്കുക. അപ്പം ഇന്നലെ ഇട്ട വീഡിയോ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് വീഡിയോയാണ് VFAക്ക് വേണ്ടിയിട്ടും അതുപോലെ കമ്പനി ബോർഡ് LGSനും വെബ്കോ LDക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പൊ SCRT ഒഴിവാക്കരുത്. പുതിയ NCRTയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, പോയിന്റ്സ് എല്ലാം തന്നെ. അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ, ഇന്ത്യയിൽ പാർലമെന്ററി പരമാധികാരം. ഓപ്ഷൻ ബി, കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള അധികാര വിഭജനം. ഓപ്ഷൻ സി, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, താഴെ പറയുന്നവയിൽ ഏതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ എ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഓപ്ഷൻ ബി, മൗലിക അവകാശം. ഓപ്ഷൻ സി, പ്രവിശ്യ സ്വയംഭരണം. ഓപ്ഷൻ ഡി, കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള അധികാര വിഭജനം. ഏതാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. 1, ഇതിൽ 321 വകുപ്പുകളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. 2, എല്ലാ പ്രവിശ്യകളിലും ദ്വിമണ്ഡല നിയമസഭകൾക്ക് ഇത് വ്യവസ്ഥ ചെയ്തു. 3, സ്ത്രീകൾ, തൊഴിലാളികൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവർക്കായി പ്രത്യേക മണ്ഡലങ്ങൾ ഇത് ഏർപ്പെടുത്തി. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനകത്ത് ഏതാണ് പ്രസ്താവനകൾ ശരിയെന്ന് നോക്കി വെക്കുക. എന്നിട്ട് ആൻസറിലേക്ക് വരിക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, 2ഉം 3ഉം ശരി, എല്ലാം ശരിയാണ്. നാല്, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് വരെ ഇന്ത്യ പ്രധാനമായും ഭരിക്കപ്പെട്ടത് ഏത് നിയമത്തിന് കീഴിലായിരുന്നു? എ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. സി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഡി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. എളുപ്പമാണ്. 5, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സമ്മേളനം നടന്നത്? എ, 1947 ഓഗസ്റ്റ് 15. ബി, 1949 നവംബർ 26. സി, 1946 ഡിസംബർ 9. ഡി, 1950 ജനുവരി 26. ആറ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സി, BR അംബേദ്കർ. ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. 7, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ, 1947 ഓഗസ്റ്റ് 15. ഓപ്ഷൻ ബി, 1949 നവംബർ 26. ഓപ്ഷൻ സി, 1950 ജനുവരി 26. ഓപ്ഷൻ ഡി, 1946 ഡിസംബർ 9. 8, ഭരണഘടന രൂപീകരിക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഏകദേശം എത്ര സമയമെടുത്തു? 1 വർഷവും 6 മാസം 20 ദിവസം, 2 വർഷം 11 മാസം 17 ദിവസം, 3 വർഷം 2 മാസം 10 ദിവസം, കൃത്യം 4 വർഷം. 9, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? 1949 നവംബർ 26 അംഗീകരിച്ച ഉടൻ തന്നെ അത് പ്രാബല്യത്തിൽ വന്നു. ബി,
1980 ജനുവരി 26 അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പകരമായി നിലവിൽ വന്നു. സി അത് ഗവർണർ പദവി റദ്ദാക്കി. ഡി അത് 1 വർഷത്തിനുള്ളിൽ തയ്യാറാക്കപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഭരണഘടന. ശരിയായത്. ലാസ്റ്റ് വൺ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 1. 46 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ശുപാർശകൾ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 2. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 ചേർന്നത്. 3. ഇന്ത്യയുടെ ഭരണഘടന 1950 ജനുവരി 26 അംഗീകരിച്ചു. ഏതൊക്കെ പ്രസ്താവനകളാണ് ഇവിടെ ശരിയായത് എന്നാണ് ചോദ്യം. 1 മാത്രം, 1ഉം 2ഉം മാത്രം, 2ഉം 3ഉം മാത്രം, 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓരോന്നിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള അധികാര വിഭജനമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി വന്നത്. 2 ഓപ്ഷൻ ബി ആണ്. ഇതിനകത്ത് ഉൾപ്പെടാത്തത് മൗലിക അവകാശമാണ്. 3 വരുന്നത് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 1ഉം 3ഉം എന്നുള്ളതാണ്. അതായത് 1 ഇതിൽ 321 വകുപ്പുകളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. സ്ത്രീകൾ, തൊഴിലാളികൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവർക്കായി പ്രത്യേക മണ്ഡലങ്ങൾ ഇത് ഏർപ്പെടുത്തി. അടുത്തത് നാലാമത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന വന്നപ്പോൾ അതുവരെ എന്തായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 5 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1946 ഡിസംബർ 9. അതുപോലെ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. 8 ഭരണഘടന രൂപീകരിക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഏകദേശം എത്ര സമയം എടുത്തു? സംശയമൊന്നുമില്ല, 2 മാസം 11 ദിവസം 17 ദിവസം 2 വർഷം 11 മാസം 17 ദിവസം. 9 ഏത് പ്രസ്താവനയാണ് ഇവിടെ ശരിയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1950 ജനുവരി 26 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പകരമായിട്ട് ഇത് നിലവിൽ വന്നു. 10 ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. അതായത് 46 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ശുപാർശകൾ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം 46 ഡിസംബർ 9 ചേർന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പ്രസ്താവനകൾ ഏതൊക്കെ ശരി എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത SCERT സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള അടുത്ത SCERT ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ. എത്ര മാർക്ക് ഒക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാൻ പറ്റുന്നവർ ചെയ്യാം. ഓക്കെ.